നമസ്കാരം. ഇന്ത്യൻ കൃഷിയെപ്പറ്റി പറയുമ്പോൾ അതിന്റെ നട്ടെല്ലെന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ഇറിഗേഷൻ, അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പേപ്പറിൽ കാണുന്ന കണക്കുകളും യഥാർത്ഥത്തിൽ നമ്മുടെ പാടങ്ങളിൽ കാണുന്ന യാഥാർത്ഥ്യവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ ഈ സാധ്യതകളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം എന്താണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. ഇന്ത്യൻ കൃഷി മൺസൂണുമായുള്ള ഒരു ചൂതാട്ടമാണ്, ആ ഗാംബിൾ വിത്ത് ദ മോൺസൂൺ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ ആ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ നമ്മുടെ കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെല്ലുവിളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നോക്കൂ, ഈ ഒരു കണക്ക് കണ്ടാൽ തന്നെ കാര്യം വ്യക്തമാകും. 40% താഴെ. ഇതിനർത്ഥം എന്താണെന്നോ? ഇന്ത്യയിലെ മൊത്തം കൃഷിഭൂമിയുടെ 40% താഴെ സ്ഥലത്ത് മാത്രമേ നമുക്ക് കൃത്യമായി ജലസേചന സൗകര്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരോ? ഏകദേശം 60%-ലധികം വരുന്ന നമ്മുടെ കർഷകർ ഇന്നും കൃഷിക്കായി പൂർണ്ണമായും മൺസൂൺ മഴയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ്, ആ ഒരൊറ്റ കാരണമാണ് ഇന്ത്യൻ കൃഷിയെ ഒരു ചൂതാട്ടം എന്ന് വിളിക്കാൻ നമ്മളെ നിർബന്ധിതരാക്കുന്നത്. ശരി, അപ്പോൾ ഈ വിഷയത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ മൺസൂൺ എന്ന വെല്ലുവിളിയെപ്പറ്റി സംസാരിക്കും. പിന്നെ ഇറിഗേഷൻ എന്ന പരിഹാരത്തെയും അതിന്റെ ഉറവിടങ്ങളെയും പറ്റി. തുടർന്ന് ഇതിന്റെ സാധ്യതകൾ എങ്ങനെ അളക്കുന്നു എന്ന് നോക്കും. അവിടെയാണ് ആ നിർണായകമായ ഒരു വിടവിനെക്കുറിച്ച്, അതായത് IPC-IPU ഗ്യാപ്പിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവസാനം ഈ ഗ്യാപ്പിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്ത് UPSC മെയിൻസിന് വേണ്ട പ്രധാന പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ദ മോൺസൂൺ ചാലഞ്ച്. ഒരു പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനു മുൻപ് നമ്മൾ എപ്പോഴും പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണമല്ലോ, അല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ കാർഷിക മേഖല ഈ മഴയുടെ ഏറ്റക്കുറിച്ചിലുകൾക്കു മുന്നിൽ ഇത്രയധികം ദുർബലമായി പോകുന്നത്? നമുക്ക് നോക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൺസൂണിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ പ്രവചനാതീതമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ചില കണക്കുകൾ നോക്കിയാൽ ഇത് വ്യക്തമാവും. വരണ്ട ദിവസങ്ങൾ, അതായത് മഴയില്ലാത്ത ദിവസങ്ങൾ, ഡ്രൈ സ്പെൽസ്, അതിന്റെ എണ്ണം മുൻപത്തേക്കാൾ 27% വർദ്ധിച്ചു. അതേസമയം തന്നെ ഒറ്റ ദിവസം കൊണ്ട് അതിശക്തമായി പെയ്യുന്ന മഴ, അതിന്റെ എണ്ണം മധ്യേന്ത്യയിൽ ഏകദേശം 75%-ഓളം കൂടിയിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു വശത്ത് വരൾച്ച വരുന്നു, മറുവശത്ത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും. ഈ രണ്ട് എക്സ്ട്രീം അവസ്ഥകളും നമ്മുടെ കൃഷിയെ തകർത്തുകളയുന്നു. അപ്പോ ഈ മൺസൂണിന്റെ കളിക്ക് മുന്നിൽ കയ്യം കെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അതിനെ നേരിടാൻ മനുഷ്യന് കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് സൊല്യൂഷനാണ് ഇറിഗേഷൻ. ശരി, അപ്പോ എന്താണ് ഇറിഗേഷൻ? അതിന്റെ പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇറിഗേഷൻ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. കൃഷിക്ക് വേണ്ടി കൃത്രിമമായി വെള്ളം എത്തിക്കുന്നതിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് വാക്കുകൾ പ്രധാനമാണ്. ഒന്ന് ആർട്ടിഫിഷ്യൽ, അതായത് മനുഷ്യനുണ്ടാക്കുന്നത്. രണ്ട് കൺട്രോൾഡ്, നിയന്ത്രിതമായി. ചുരുക്കി പറഞ്ഞാൽ, മഴ എപ്പോ പെയ്യുമെന്ന് നോക്കിയിരിക്കാതെ നമുക്കാവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളത്ര വെള്ളം വിളകൾക്ക് കൊടുക്കുന്ന പരിപാടി, അതാണ് ഇറിഗേഷൻ. ഇനി ഇന്ത്യയിൽ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഈ വെള്ളം എടുക്കുന്നത്? ഈ ചാർട്ട് നോക്കൂ. ഏറ്റവും വലിയ പങ്ക് ആർക്കാണെന്ന് കണ്ടോ? ട്യൂബ് വെല്ലുകൾക്കാണ്. 60%-ൽ കൂടുതൽ. ഇതിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാം. ഇന്ത്യയുടെ ജലസേചനം വലിയൊരളവിൽ ആശ്രയിക്കുന്നത് ഭൂഗർഭജലത്തെയാണ്, ഗ്രൗണ്ട് വാട്ടറിനെ. തീർച്ചയായും കനാലുകൾ, സാധാരണ കിണറുകൾ, കുളങ്ങൾ, അതായത് ടാങ്ക്സ്, ഇവയെല്ലാമുണ്ട്. പക്ഷെ കിങ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗ്രൗണ്ട് വാട്ടർ തന്നെ. ഈ സോഴ്സുകളെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കാം. വളരെ ലളിതമാണ്. ഒന്ന് ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്, പേരുപോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്നും വെള്ളമെടുക്കുന്നത്, ഉദാഹരണത്തിന് കിണറുകളും ട്യൂബ് വെല്ലുകളും. രണ്ടാമത്തേത് സർഫസ് വാട്ടർ സോഴ്സസ്, അതായത് ഭൂമിയുടെ മുകളിലുള്ള ജലസ്രോതസ്സുകൾ, നദികൾ, തടാകങ്ങൾ, ഡാമുകൾ, ഇതിൽ നിന്നൊക്കെയുള്ള വെള്ളം. കനാലുകളും കുളങ്ങളുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. ശരി, അപ്പോൾ നമുക്ക് പലതരം സോഴ്സുകളുണ്ടെന്ന് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, ഒരു ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ വലുപ്പം അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത്. കൾട്ടിവബിൾ കമാൻഡ് ഏരിയ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ CCA. അപ്പൊ എന്താണ് ഈ CCA? സിമ്പിളായി പറഞ്ഞാൽ, ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ്, ഉദാഹരണത്തിന് ഒരു ഡാമും കനാലും, അതിന് വെള്ളം എത്തിക്കാൻ പറ്റുന്ന മൊത്തം കൃഷിസ്ഥലമില്ലേ, ആ ഏരിയയെയാണ് നമ്മൾ കൾട്ടിവേറ്റബിൾ കമാൻഡ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് കൃഷിയോഗ്യമായ സ്ഥലമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ, അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ഈ CCA ആണ്.
ഈ CCയുടെ വലുപ്പമനുസരിച്ച് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഇറിഗേഷൻ സ്കീമുകളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. 10,000 ഹെക്ടറിൽ കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നവയെ നമ്മൾ മേജർ ഇറിഗേഷൻ പ്രോജക്ട്സ് എന്ന് പറയും. വലിയ ഡാമുകളൊക്കെ ഇതിൽ വരും. ഇനി 2,000-നും 10,000 ഹെക്ടറിനും ഇടയിലാണെങ്കിൽ അത് മീഡിയം പ്രോജക്ട്സ്. ആ 2,000 ഹെക്ടറിൽ താഴെയാണെങ്കിൽ അത് മൈനർ ഇറിഗേഷൻ പ്രോജക്ട്സ്. കിണറുകളും ട്യൂബ് വെല്ലുകളുമൊക്കെ ഇതിലാണ് വരുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ക്രിട്ടിക്കലായൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ? പക്ഷെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മൾ പേപ്പറിലുണ്ടാക്കിയ ഈ സൗകര്യങ്ങൾ, ഈ പൊട്ടൻഷ്യൽ, അത് മുഴുവനായി ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ്, അതായത് IPC, ഇറിഗേഷൻ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ്ഡ്, അതായത് IPU, ഇവ തമ്മിലുള്ള വലിയൊരു വിടവിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. ഈ 2 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണം. IPC അഥവാ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റിന്റെ ഓൺ പേപ്പർ കപ്പാസിറ്റിയാണ്. അതായത് ഈ പ്രോജക്റ്റ് പൂർത്തിയായാൽ ഇത്രയും സ്ഥലത്ത് വെള്ളം എത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇതൊരു തിയറിയാണ്. എന്നാൽ IPU അഥവാ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ്ഡ് എന്ന് പറഞ്ഞാലോ, അത് ആ വർഷം ആ പ്രോജക്റ്റിൽ നിന്ന് യഥാർത്ഥത്തിൽ എത്ര സ്ഥലത്ത് വെള്ളമെത്തി എന്നതാണ്. ഇതാണ് റിയാലിറ്റി. ഒന്ന് തിയറി, മറ്റൊന്ന് പ്രാക്ടീസ്. ഈ ചിത്രം നോക്കിയാൽ സംഭവം സിമ്പിളായി മനസ്സിലാവും. നമ്മളൊരു വാട്ടർ സോഴ്സിൽ നിന്ന് വെള്ളമെടുത്ത് ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് IPC. പക്ഷേ ആ വെള്ളം കർഷകന്റെ പാടത്തെത്തുമ്പോഴേക്കും, അതായത് IPU ആയി മാറുമ്പോഴേക്കും അതിൽ കുറേയൊക്കെ വഴിയിൽ നഷ്ടപ്പെടുന്നു. ഇവ രണ്ടും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം, ഈ ഗ്യാപ്പ്, ഇതാണ് ഇന്ത്യൻ ഇറിഗേഷനിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഏറ്റവും വലിയ പോളിസി ഫെയിലിയർ എന്ന് തന്നെ പറയാം. പേപ്പറിലെല്ലാം ഉണ്ട്, പക്ഷെ പാടത്ത് വെള്ളമില്ലാത്ത അവസ്ഥ. ശരി, അപ്പോ അടുത്ത ചോദ്യം സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഉണ്ടാകുന്നത്? എവിടെയാണ് നമുക്ക് പിഴക്കുന്നത്? നമുക്കിതിന്റെ കാരണങ്ങളിലേക്കും ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ പ്രശ്നം രൂക്ഷമെന്നും ഒന്ന് നോക്കാം. ഈ ഗ്യാപ്പിന് പല കാരണങ്ങളുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളത്തിന് ക്ഷാമം കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഫ്ലഡ് ഇറിഗേഷൻ പോലുള്ള കാര്യക്ഷമമല്ലാത്ത രീതികൾ കാരണം ഒരുപാട് വെള്ളം വെറുതെ പോകുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയുടെ കുറവാണ്. അതായത് നമ്മൾ വലിയ ഡാമും പ്രധാന കനാലും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ആ കനാലിൽ നിന്ന് ഓരോ കർഷകന്റെയും പാടത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ചെറിയ ചാലുകൾ, ഫീൽഡ് ചാനൽസ്, അവയുടെ നിർമ്മാണം പലപ്പോഴും പൂർത്തിയാവാറില്ല. ഇനി ഈ മാപ്പിലേക്കൊന്ന് നോക്കൂ. ഈ പ്രശ്നം ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നോക്കൂ. അവിടെയൊക്കെ ഇറിഗേഷൻ കവറേജ് വളരെ കൂടുതലാണ്. പച്ച വിപ്ലവത്തിന്റെയൊക്കെ ഭാഗമായി അവിടെ നല്ല രീതിയിൽ സൗകര്യങ്ങൾ വന്നു. പക്ഷേ ജാർഖണ്ഡ്, അസം പോലുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിലേക്കോ നോക്കിയാൽ അവിടെ സ്ഥിതി വളരെ മോശമാണ്. ഈ ഒരു പ്രാദേശിക അസമത്വം, ഈ റീജിയണൽ ഡിസ്പാരിറ്റി നമ്മുടെ കാർഷിക മേഖലയിലെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ പ്രശ്നവും കാരണങ്ങളുമെല്ലാം ചർച്ച ചെയ്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു UPSC മെയിൻസ് പരീക്ഷയ്ക്ക് ഈ വിഷയത്തിൽ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ഒരു നല്ല ഉത്തരം എഴുതാം? അതിനുവേണ്ട ചില പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ആൻസറിന് ഒരു നല്ല ഘടന കൊടുക്കാൻ ഈ 3 ആർഗ്യുമെന്റുകൾ ഉപയോഗിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യയുടെ ഇറിഗേഷനിലെ യഥാർത്ഥ പ്രശ്നം പുതിയ പ്രോജക്റ്റുകൾ ഇല്ലാത്തതല്ല, മറിച്ച് നമ്മൾ ഉണ്ടാക്കിവെച്ച പ്രോജക്റ്റുകളുടെ പൊട്ടൻഷ്യൽ IPC പൂർണ്ണമായും ഉപയോഗിക്കാൻ IPU സാധിക്കാത്തതാണ്. ഈ ഗ്യാപ്പാണ് യഥാർത്ഥ പോളിസി ഫെയിലിയർ. രണ്ടാമത്തെ പോയിന്റ്, ഈ ഗ്യാപ്പ് എങ്ങനെ നികത്താം? അതിന് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പോലുള്ള പ്രോഗ്രാമുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകണം. ആ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ പോയിന്റ്, ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ നയങ്ങളിൽ ഒരു മാറ്റം വരണം. പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി വെറുതെ IPC കൂട്ടുന്നതിനേക്കാൾ നിലവിലുള്ള IPC എങ്ങനെ പൂർണ്ണമായും IPU ആക്കി മാറ്റാമെന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അപ്പോൾ പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്കായി ഒരു ചോദ്യം തരാം. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ ഉണ്ടാക്കുന്ന ഇറിഗേഷൻ പൊട്ടൻഷ്യലിന്റെ ഓരോ തുള്ളിയും പാഴാകാതെ ഉപയോഗിക്കാൻ നമ്മുടെ MSP, വളം സബ്സിഡി പോലുള്ള കാർഷിക ഇൻസെന്റീവുകളെ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? കാരണം ഇറിഗേഷൻ എന്നത് ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല. അത് നമ്മുടെ മൊത്തത്തിലുള്ള അഗ്രികൾച്ചറൽ പോളിസിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈയൊരു വലിയ കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ സമീപിച്ചാൽ നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് കൂടുതൽ ആഴം കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നന്ദി, നമസ്കാരം.
ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് തീർച്ചയായും ജലദൗർലഭ്യമാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന വെള്ളം പോലും നമ്മൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറിഗേഷൻ എഫിഷ്യൻസി, വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്നീ രണ്ട് നിർണായക വിഷയങ്ങളെക്കുറിച്ചാണ്. ഈ ആശയങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്ലൈഡിലെ സംഖ്യയിലേക്കൊന്നു നോക്കൂ. വെറും 38%. ഇതാണ് ഇന്ത്യയുടെ ശരാശരി ജലസേചന കാര്യക്ഷമത. അതായത് ലളിതമായി പറഞ്ഞാൽ കർഷകരുടെ പാടത്തേക്ക് നമ്മൾ വിടുന്ന ഓരോ 100 ലിറ്റർ വെള്ളത്തിലും 60 ലിറ്ററിൽ കൂടുതൽ പാഴായിപ്പോകുന്നു, ചെടിക്ക് കിട്ടുന്നില്ല. ഈ ഒരൊറ്റ കണക്ക് മാത്രം മതി ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഈ വിഷയം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് മനസ്സിലാക്കാം. അതിനായി 5 ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ആദ്യം എന്താണ് ഈ ഇറിഗേഷൻ എഫിഷ്യൻസി എന്ന് നോക്കാം. പിന്നെ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്ന പുതിയ കാഴ്ചപ്പാടിലേക്കും ക്രോപ്പ് പെർ ഡ്രോപ്പ് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നതിലേക്കും നമ്മൾ കടക്കും. അവസാനം ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ നയങ്ങളും UPSC പരീക്ഷയ്ക്ക് വേണ്ട പ്രധാന പോയിന്റുകളും നമുക്ക് ക്രോഡീകരിക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇറിഗേഷൻ എഫിഷ്യൻസി? കാർഷിക രംഗത്തെ ജലപരിപാലനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം ഇതാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് ഒരു ചെടിക്ക് അതിന്റെ വളർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായ വെള്ളവും നമ്മൾ ആ കൃഷിയിടത്തിലേക്ക് ഒഴുക്കുന്ന ആകെ വെള്ളത്തിന്റെ അളവും തമ്മിലുള്ള ഒരു അനുപാതമാണ് ഇറിഗേഷൻ എഫിഷ്യൻസി. അതായത് ഒരു സ്രോതസ്സിൽ നിന്ന് നമ്മളൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് ചെടിയുടെ വേരുവരെ എത്തിക്കുമ്പോൾ വഴിയിൽ എത്രത്തോളം വെള്ളം തുളുമ്പിപ്പോകുന്നു എന്ന് കണക്കാക്കുന്നത് പോലെയാണിത്. നഷ്ടം എത്രത്തോളം കുറയുന്നു, കാര്യക്ഷമത അത്രത്തോളം കൂടുന്നു എന്ന് പറയാം. ഈ കാര്യക്ഷമതയെ നമുക്ക് പ്രധാനമായും 3ആയി തിരിക്കാം. ഒന്നാമത്തേത് കൺവേയൻസ് എഫിഷ്യൻസി, അതായത് അണക്കെട്ടുകളിൽ നിന്നും കനാലുകളിലൂടെയുമൊക്കെ വെള്ളം പാടം വരെ എത്തുമ്പോഴുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കുക എന്നത്. രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ എഫിഷ്യൻസി, പാടത്തെത്തിയ വെള്ളം പിന്നെ ബാഷ്പീകരിച്ചോ ഒലിച്ചു പോകാതെയോ കൃത്യമായി വിളയുടെ വേരുകളിലേക്ക് തന്നെ എത്തിക്കുന്നതിലെ കാര്യക്ഷമത. ഈ 2 ഘട്ടങ്ങളിലെയും കാര്യക്ഷമതയുടെ ആകെത്തുകയാണ് മൊത്തത്തിലുള്ള ഫീൽഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വരാം, അല്ലേ? ഈ പറഞ്ഞ അടിസ്ഥാന ആശയങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഇറിഗേഷൻ എഫിഷ്യൻസി വെറും 38% എന്ന പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്നത്? പ്രധാന കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, പാടം മുഴുവൻ വെള്ളത്തിൽ മുക്കുന്ന ഫ്ലഡ് ഇറിഗേഷൻ എന്ന പഴയ രീതി നമ്മൾ ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, അറ്റകുറ്റപ്പണികൾ ചെയ്യാത്ത കനാൽ ശൃംഖലകൾ. പിന്നെ നെല്ല്, കരിമ്പ് പോലുള്ള ഒരുപാട് വെള്ളം വേണ്ട വിളകൾക്ക് നമ്മൾ നൽകുന്ന അമിത പ്രാധാന്യം. ഇതിനെല്ലാം മുകളിൽ വൈദ്യുതിക്കും വെള്ളത്തിനും നൽകുന്ന കനത്ത സബ്സിഡികൾ. സൗജന്യമായി വൈദ്യുതി കിട്ടുമ്പോൾ ഭൂഗർഭജലം ആവശ്യത്തിലധികം ഊറ്റിയെടുക്കാൻ കർഷകർക്കൊരു പ്രേരണയാവുന്നു. ഇത് വെള്ളം പാഴാക്കുന്നതിലേക്ക് നയിക്കുന്നു. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ജലനഷ്ടം സംഭവിക്കുന്ന വഴികൾ ഇവിടെ വളരെ വ്യക്തമാണ്. കോൺക്രീറ്റ് ചെയ്യാത്ത കനാലുകളിലൂടെ വെള്ളം ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുന്ന സീപ്പേജ് അഥവാ ചോർച്ച, ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് സൂര്യന്റെ ചൂടേറ്റ് നീരാവിയാകുന്ന ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം, പിന്നെ പാടത്തുനിന്ന് അധികമുള്ള വെള്ളം ഒലിച്ചുപോകുന്ന റൺ ഓഫ് അഥവാ ഒഴുക്ക്. ഇവയാണ് പ്രധാനപ്പെട്ട നഷ്ടമാർഗങ്ങൾ. അപ്പോ ഈ അമിത ജലസേചനം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു ദുഷിച്ച വലയം പോലെയാണ്, ഒരു വിഷ്യസ് സൈക്കിൾ. അമിതമായി വെള്ളം കെട്ടിനിൽക്കുമ്പോൾ വാട്ടർ ലോഗിംഗ് അഥവാ ജലാവകതത ഉണ്ടാകുന്നു. ഇത് ഭൂഗർഭജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർത്തും. പിന്നീട് ഈ വെള്ളം ബാഷ്പീകരിക്കുമ്പോൾ മണ്ണിലെ ലവണങ്ങളെല്ലാം ഉപരിതലത്തിൽ അടിഞ്ഞുകൂടി സാലിനിറ്റി എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇത് മണ്ണിനെ ഫലത്തിലൊരു കാർഷിക മരുഭൂമിയാക്കി മാറ്റുന്നു, അതിന്റെ ഫലഭൂയിഷ്ഠതയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ചിന്താരീതിയിൽ തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവരേണ്ടത്. വെറുതെ വെള്ളം ലാഭിക്കുക എന്നതിലുപരി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും പരമാവധി മൂല്യം, അതായത് വാല്യൂ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കണം. ഈ ഒരു പുതിയ ആശയമാണ് വാട്ടർ പ്രൊഡക്ടിവിറ്റി. ഇവ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറിഗേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം ജലനഷ്ടം കുറയ്ക്കുക എന്നത് മാത്രമാണ്. എന്നാൽ വാട്ടർ പ്രൊഡക്ടിവിറ്റി ഒരു ആഗ്രോണോമിക് എക്കണോമിക് ആശയമാണ്. ഇവിടെ ചോദ്യം ഇതാണ്: 1 ക്യൂബിക് മീറ്റർ വെള്ളത്തിൽ നിന്ന് എത്ര കിലോഗ്രാം വിളവ് കിട്ടുന്നു, അല്ലെങ്കിൽ എത്ര രൂപയുടെ വരുമാനം ലഭിക്കുന്നു?
അതായത് ഫോക്കസ് നഷ്ടത്തിൽ നിന്ന് ഉൽപ്പാദനത്തിലേക്കും മൂല്യത്തിലേക്കും മാറുകയാണ്. ഈയൊരു ആശയത്തെ വളരെ മനോഹരമായിട്ടാണ് എക്കണോമിക് സർവേ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞുവെക്കുന്നത്: മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ്. അതായത് ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും കൂടുതൽ വിളവ്. ഇതായിരിക്കണം ആധുനിക കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ശരി, അപ്പോ ഈ മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ് എന്ന ലക്ഷ്യം നമുക്ക് എങ്ങനെ കൈവരിക്കാൻ പറ്റും? ഇത് വെറുമൊരു മുദ്രാവാക്യമാണോ? അല്ല, അതിനുള്ള പ്രായോഗികമായ പരിഹാരങ്ങളും സാങ്കേതിക വിദ്യകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്ലൈഡിലെ കണക്കുകൾ ശരിക്കും വിപ്ലവകരമാണ്. ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ പോലുള്ള മൈക്രോ ഇറിഗേഷൻ സാങ്കേതിക വിദ്യകൾ കൊണ്ടുള്ള മാറ്റങ്ങൾ നോക്കൂ. 48% വരെ ജലം ലാഭിക്കാം, 38% വരെ ഉൽപ്പാദനം കൂട്ടാം. ഇതുമാത്രമല്ല, ഊർജം, വളം, തൊഴിലാളികളുടെ കൂലി, ഇതിലെല്ലാം വലിയ ലാഭമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വിഭവങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, കർഷകരുടെ വരുമാനം നേരിട്ട് വർദ്ധിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. മൈക്രോ ഇറിഗേഷൻ മാത്രമല്ല, വാട്ടർ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള വഴി വേറെയും ഒരുപാട് മാർഗങ്ങൾ നമ്മൾ പരിഗണിക്കണം. മഴവെള്ള സംഭരണം, ഉപയോഗിച്ച ജലത്തിന്റെ പുനരുപയോഗം എന്നിവയെല്ലാം ഇതിൽ വരും. അതുപോലെ വിളകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായവയ്ക്ക് പ്രാധാന്യം നൽകണം. കൃഷിരീതികളിൽ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് പോലുള്ള ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നത് മണ്ണിന്റെ ജലാംശം നിലനിർത്താൻ ഒരുപാട് സഹായിക്കും. ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പരീക്ഷാപരമായ ഭാഗത്തേക്ക് വരാം. ഒരു UPSC ആസ്പിരന്റ് എന്ന നിലയിൽ നിങ്ങൾ ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായി ഓർത്തിരിക്കണം? സർക്കാർ പദ്ധതികൾ നിങ്ങളുടെ ഉത്തരങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് മാർക്ക് നേടാൻ വളരെ പ്രധാനമാണ്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PMKSY, ഹർ ഖേത് കോ പാനി എന്ന മുദ്രാവാക്യവുമായി എല്ലാ കൃഷിയിടങ്ങളിലും വെള്ളമെത്തിക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് PDMC എന്ന പദ്ധതി മൈക്രോ ഇറിഗേഷൻ വഴി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിന് സാമ്പത്തിക സഹായം നൽകാനായി നബാർഡുമായി ചേർന്ന് രൂപീകരിച്ചതാണ് മൈക്രോ ഇറിഗേഷൻ ഫണ്ട് MIF. ഈ 3 പേരുകളും തീർച്ചയായും ഓർത്തുവെക്കുക. അപ്പോ പരീക്ഷയ്ക്കായി ഈ പ്രധാന ആശയങ്ങൾ നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം. ഒന്നാമതായി, വെല്ലുവിളി ഇന്ത്യയുടെ കുറഞ്ഞ ഇറിഗേഷൻ എഫിഷ്യൻസി, അതായത് 38%, ജലനഷ്ടത്തിനും ജലാവൃതയ്ക്കും ലവണീകരണത്തിനും കാരണമാകുന്നു. രണ്ടാമതായി, ചിന്തയിലെ മാറ്റം. ലാൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന പഴയ ലക്ഷ്യത്തിൽ നിന്ന് ഇറിഗേഷൻ വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്ന പുതിയതിലേക്ക് നമ്മുടെ ഫോക്കസ് മാറണം. മൂന്നാമതായി, പരിഹാരം. സാങ്കേതിക വിദ്യയുടെയും ശരിയായ വിളരീതികളുടെയും സർക്കാർ നയങ്ങളുടെയും ഒരു സംയോജനം ആവശ്യമാണ്. അവസാനമായി, നമ്മുടെ ലക്ഷ്യം മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ് എന്നതിലൂടെ ഭക്ഷ്യ, ജല, സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക. നമ്മൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളെ ചിന്തിപ്പിക്കാനായി ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പതിറ്റാണ്ടുകളായി 1 ഹെക്ടറിന് എത്ര ഉൽപ്പാദനം എന്നു മാത്രം ചിന്തിച്ചു ശീലിച്ച ഇന്ത്യയുടെ കാർഷിക നയങ്ങൾക്ക് 1 തുള്ളി വെള്ളത്തിന് എത്ര ഉൽപ്പാദനം എന്ന ഈ പുതിയ ചിന്തയിലേക്ക് മാറാൻ ശരിക്കും സാധിക്കുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശകലനത്തിന് ഈ ചോദ്യം കൂടുതൽ ആഴം നൽകും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ കൃഷിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിവുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്: ഫാം മെക്കനൈസേഷൻ അഥവാ കാർഷിക യന്ത്രവൽക്കരണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് കാണാം. ആദ്യം തന്നെ എന്താണ് ഈ ഫാം മെക്കനൈസേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ എന്തിനാണ് ഇന്ത്യക്കിതിന്റെ ആവശ്യം, നിലവിലെ അവസ്ഥ എന്താണ്, എന്തൊക്കെ വെല്ലുവിളികളുണ്ട്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, അവസാനം ആധുനിക കൃഷിയിൽ ഇതിന്റെ പങ്ക് എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ഈ ഫാം മെക്കാനൈസേഷൻ എന്ന് പറഞ്ഞാല്? എക്ദം ബേസിക്കായിട്ട് തന്നെ തുടങ്ങാം. വളരെ സിമ്പിളായി പറഞ്ഞാല്, നമ്മൾ കൃഷിയില് മനുഷ്യന്റെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ കായികാധ്വാനത്തിന് പകരം മെഷീനുകൾ ഉപയോഗിക്കുന്നതിനെയാണ് ഫാം മെക്കനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്താണെന്നറിയാമോ? 1. കാര്യക്ഷമത കൂട്ടണം. 2. സമയം ലാഭിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായി കൃഷിപ്പണിയിലെ ആ ഒരു കഷ്ടപ്പാടില്ലേ, അതൊന്ന് കുറയ്ക്കണം. ഓക്കെ, അപ്പോ എന്താണ് ഈ മെക്കനൈസേഷൻ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത പ്രധാന ചോദ്യം ഇതാണ്: എന്തിനാണ് ഇന്ത്യക്ക് ഇതിന്റെ ആവശ്യം? എന്തുകൊണ്ടാണ് ഇതൊരു വെറും ഓപ്ഷൻ അല്ലാതെ ഒരു അനിവാര്യതയായി മാറുന്നത്? അപ്പോ നോക്കൂ,
ഇന്ത്യയില് യന്ത്രങ്ങളുടെ ആവശ്യം കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ലേബർ ഷോർട്ടേജ്, അതായത് തൊഴിലാളികളുടെ കുറവ്. ഒരുപാട് പേര് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ജോലിക്ക് പോവാണല്ലേ. അപ്പോൾ കൃഷിപ്പണിക്ക് ആളെ കിട്ടാനില്ല. പിന്നെ കായികാധ്വാനം കുറയ്ക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാട് കുറയ്ക്കാൻ മെഷീനുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ കൃത്യസമയത്ത് പണികൾ തീർക്കണം. വിതയ്ക്കുന്നതും കൊയ്യുന്നതുമെല്ലാം സമയത്തിന് നടന്നാലേ നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ വിളവെടുക്കാൻ പറ്റൂ. ഇതിനെല്ലാം യന്ത്രങ്ങൾ കൂടിയേ തീരൂ. ശരി, ഇത്രയൊക്കെ ആവശ്യകതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലിപ്പോൾ യന്ത്രവൽക്കരണത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? നമുക്ക് ചില കണക്കുകൾ നോക്കാം, അല്ലേ? ദാ ഈ കണക്കുകൾ നോക്കൂ. അമേരിക്കയിൽ ഏകദേശം 95% ഫാം മെക്കനൈസേഷൻ ഉണ്ട്. ചൈനയിലത് 57%. പക്ഷെ ഇന്ത്യയിലോ? നമ്മളിപ്പോഴും 40-45% നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. പക്ഷേ ഈ 40-45% എന്നുള്ളത് ഒരു ശരാശരി കണക്ക് മാത്രമാണ് കേട്ടോ. ഇത് ഇന്ത്യയുടെ മുഴുവൻ ചിത്രം നൽകുന്നില്ല. കാരണം ഓരോ സംസ്ഥാനത്തും ഇത് ഓരോ പോലെയാണ്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ പഞ്ചാബിലും ഹരിയാനയിലൊക്കെ നോക്കിയാൽ അവിടെ മെക്കനൈസേഷൻ വളരെ കൂടുതലാണ്. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും സ്ഥിതി അങ്ങനെയല്ല. അവിടെ ഇപ്പോഴും വളരെ പിന്നിലാണ്. നമ്മൾ കാർഷിക യന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ട്രാക്ടറും കൊയ്ത്ത് യന്ത്രവുമൊക്കെ ആയിരിക്കും, അല്ലേ? അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. ഇന്ന് ഒരുപാട് പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ലേസർ ലാൻഡ് ലെവലേഴ്സ്. പേര് കേട്ട് പേടിക്കണ്ട, ഇത് നിലം ഒരേ ലെവലിൽ ആക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. അതുപോലെ ഹാപ്പി സീഡേഴ്സ്, പവർ വീഡേഴ്സ്, ഇങ്ങനെ ഒരുപാട് പുതിയ തരം മെഷീനുകൾ ഇന്ന് ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ടെക്നോളജി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? നമ്മുടെ കർഷകരും അവരുടെ കൃഷിഭൂമിയുടെ പ്രത്യേകതകളുമാണ്. ദാ ഈ നമ്പർ ഒന്ന് നോക്കൂ, 90%. എന്താണിത്? ഇന്ത്യയിലെ 90% കർഷകരും ചെറുകിട അല്ലെങ്കിൽ നാമമാത്ര കർഷകരുടെ വിഭാഗത്തിൽ വരുന്നവരാണ്. എന്നുവെച്ചാൽ അവരുടെ കയ്യിലുള്ളത് വളരെ ചെറിയ തുണ്ടുഭൂമികളാണ്. അപ്പോൾ ഇത്രയും ചെറിയ സ്ഥലത്തേക്ക് വലിയ മെഷീനുകൾ കൊണ്ടുവരുന്നത് എത്രത്തോളം പ്രായോഗികമല്ലാത്ത കാര്യമായിരിക്കും, അല്ലേ? ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ചെറിയ കർഷകരും വലിയ കർഷകരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ചെറിയ കർഷകരുടെ ഭൂമി പല കഷ്ണങ്ങളായി പലയിടത്തായിരിക്കും. ലക്ഷങ്ങൾ വില വരുന്ന ഒരു ട്രാക്ടർ വാങ്ങാൻ അവരുടെ കയ്യിൽ പണമുണ്ടാകില്ല. ഇനി ലോൺ എടുക്കാമെന്ന് വെച്ചാൽ അതും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് വലിയ ഫാമുകൾക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് എളുപ്പത്തിൽ മെഷീനുകൾ വാങ്ങാനും ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഈ ചെറുകിട കർഷകർക്ക് പിന്നെ എങ്ങനെയാണ് ഈ യന്ത്രങ്ങളുടെ പ്രയോജനം കിട്ടുക? അവർക്കിതൊന്നും വേണ്ടേ? തീർച്ചയായും വേണം. അതിനൊരു പരിഹാരമുണ്ട്. ഈ പ്രശ്നത്തിനുള്ള ഏറ്റവും മികച്ച ഒരു പരിഹാരമാണ് കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സ്, അല്ലെങ്കിൽ CHCs. എന്താണിത്? വളരെ സിമ്പിളാണ്. സ്വന്തമായി വാങ്ങാൻ പണമില്ലാത്ത കർഷകർക്ക് കുറഞ്ഞ വാടകയ്ക്ക് മെഷീനുകൾ നൽകുന്ന കേന്ദ്രങ്ങളാണിത്. ഒരു തരം റെന്റ് മെഷീൻ സർവീസ് എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ഒരു മോഡൽ എങ്ങനെയാണെന്ന് നോക്കാം. സർക്കാർ ഇതിന് സഹായം നൽകും. സംരംഭകർക്കോ കർഷകരുടെ കൂട്ടായ്മകൾക്കോ ഈ സെന്ററുകൾ തുടങ്ങാം. എന്നിട്ട് കർഷകർക്ക് ആവശ്യമുള്ളപ്പോൾ ചെറിയൊരു വാടക കൊടുത്ത് ഈ മെഷീനുകൾ കൊണ്ടുപോകാം. പണി കഴിയുമ്പോൾ തിരികെ കൊടുക്കാം. അപ്പോ ലക്ഷങ്ങൾ മുടക്കി മെഷീൻ വാങ്ങണ്ട, അതിന്റെ മെയിന്റനൻസ് നോക്കണ്ട, ഒന്നും വേണ്ട. ഇതിനെയാണ് നമ്മൾ പേപ്പർ യൂസ് മോഡൽ എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ പദ്ധതിയല്ല കേട്ടോ. 2024 ഡിസംബറിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 26,662 കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സ് ഉണ്ട്. ഓർത്തുനോക്കൂ, ഇത് ലക്ഷക്കണക്കിന് ചെറുകിട കർഷകർക്ക് എത്ര വലിയ ആശ്വാസമായിരിക്കുമെന്ന്. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. ആധുനിക ഇന്ത്യൻ കൃഷിക്ക് ഫാം മെക്കനൈസേഷൻ എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുന്നത്? അപ്പോ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഇമ്പാക്റ്റ് എന്താണ്? 1. ഉൽപ്പാദനക്ഷമത കൂടും, അത് ഉറപ്പാണ്. 2. നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. കൂടുതൽ വിളവെടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് കൃഷി കൂടുതൽ ലാഭകരമായൊരു ഏർപ്പാടായി മാറും. എല്ലാത്തിനുമുപരിയായി കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് വിളവിനെ കാര്യമായി തന്നെ സ്വാധീനിക്കും. ചുരുക്കി പറഞ്ഞാൽ ഉൽപ്പാദനം, ലാഭം, ഭക്ഷ്യസുരക്ഷ, ഇതിനെല്ലാത്തിനും യന്ത്രവൽക്കരണം അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയുണ്ട്. ഇന്ത്യയുടെ കാർഷിക രംഗം ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ കർഷകരിലേക്കും എത്തുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? ഇതൊരു ചിന്തിക്കേണ്ട ചോദ്യം തന്നെയാണ്. നമസ്കാരം.
ഇന്ത്യൻ കാർഷിക രംഗത്തിന്റെ കഥ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് കാർഷിക ഇൻപുട്ടുകൾ, പ്രത്യേകിച്ച് ഹരിതവിപ്ലവത്തിനു ശേഷം നമ്മുടെ കൃഷിരീതികളെ മാറ്റിമറിച്ച വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈയൊരു ചോദ്യം അല്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. ഒരു വശത്ത് ഭക്ഷ്യസുരക്ഷയിൽ നമ്മൾ നേടിയ ആ വലിയൊരു നേട്ടം, മറുവശത്ത് ആ നേട്ടത്തിനു വേണ്ടി നമ്മൾ നൽകേണ്ടി വന്ന വിലയെന്താണ്? ഉൽപ്പാദനക്ഷമതയും സുസ്ഥിരതയും തമ്മിലുള്ള ഈയൊരു സംഘർഷമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ വിഷയം മനസ്സിലാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം കൃഷിയുടെ അടിത്തറയായ വിത്തുകളെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ചെടിയുടെ ഇന്ധനമായ വളങ്ങളെക്കുറിച്ച്. അതിനുശേഷം വിളയുടെ സംരക്ഷണ കവചമായ കീടനാശിനികളെപ്പറ്റി. അവസാനം ഈ ഉൽപ്പാദനക്ഷമതയ്ക്ക് നമ്മൾ നൽകുന്ന വില എന്താണെന്ന് നമ്മളൊന്ന് വിലയിരുത്തും. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ഹരിതവിപ്ലവം എന്ന് കേൾക്കുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല, മറിച്ചൊരു പാക്കേജ് ആയിരുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയുടെ ഭക്ഷ്യപ്രതിസന്ധിക്കൊരു പരിഹാരമായി കൊണ്ടുവന്ന ഒരു പാക്കേജ്. മികച്ച വിത്തുകൾ, രാസവളങ്ങൾ, കീടനാശിനികൾ ഇവയെല്ലാം ഒരുമിച്ചുപയോഗിച്ച് ഉൽപ്പാദനം കൂട്ടുക, അതായിരുന്നു ലക്ഷ്യം. അപ്പോ ഈ വലിയ മാറ്റത്തിന്റെ എല്ലാം തുടക്കം എവിടെയായിരുന്നു? അത് വിത്തിലായിരുന്നു. വിത്ത് സാങ്കേതികവിദ്യയിൽ വന്ന ഒരു വിപ്ലവമായിരുന്നു എല്ലാറ്റിനും തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിത്തുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ വിത്തിന്റെ ഗുണമേന്മ അല്ലെങ്കിൽ സീഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്? ലളിതമായി പറഞ്ഞാൽ, ഒരു വിത്ത് ജനിതകപരമായും ഭൗതികപരമായും എത്രത്തോളം ശുദ്ധമാണ് എന്നതാണ്. ഒരു കർഷകനെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട്. ചിന്തിച്ചു നോക്കും, മൊത്തം വിളവിന്റെ ഏകദേശം 20 മുതൽ 25% വരെ, അതായത് 1/4 ഭാഗവും നല്ല വിത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ശരി, അപ്പോൾ നമുക്ക് പഴയ വിത്തും പുതിയ വിത്തും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഒരു വശത്ത് നമ്മുടെ പരമ്പരാഗത വിത്തുകൾ, വിളവ് കുറവായിരുന്നെങ്കിലും അവയ്ക്ക് അധികം വെള്ളമോ വളമോ ഒന്നും വേണ്ടായിരുന്നു. പക്ഷെ മറുവശത്ത് പുതിയ ഹൈ ഈൽഡിംഗ് വെറൈറ്റി അഥവാ HYV വിത്തുകൾ. ഇവ ഉയർന്ന വിളവ് തരും, പക്ഷെ അതിനൊരു കണ്ടീഷനുണ്ട്. തീവ്രമായ ജലസേചനം, രാസവളങ്ങൾ, കീടനാശിനികൾ ഇതൊക്കെ അടങ്ങുന്ന ഒരു പാക്കേജ് കൊടുത്താൽ മാത്രമേ ആ വിളവ് കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ HYV വിത്തുകൾക്ക് ഇത്രയധികം വിളവ് തരാൻ കഴിയുന്നത്? ഇവയെ ഡ്വാർഫ് അല്ലെങ്കിൽ കുള്ളൻ ഇനങ്ങൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ചെടി അതിന്റെ എനർജി മുഴുവൻ പൊക്കം വെക്കാൻ ഉപയോഗിക്കാതെ ആ ഊർജം ധാന്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിന്റെ ഫലമോ അതേ സ്ഥലത്തുനിന്ന് തന്നെ കൂടുതൽ ഭാരമുള്ള ധാന്യങ്ങൾ, അതായത് കൂടുതൽ വിളവ്. ഓക്കേ, ഈ സൂപ്പർ വിത്തുകൾ ലാബിലുണ്ടാക്കിയാൽ മതിയോ? പോരല്ലോ, അത് കർഷകന്റെ കയ്യിലെത്തണം. അതിനൊരു കൃത്യമായ സംവിധാനമുണ്ട്. അതാണ് സീഡ് ചെയിൻ സിസ്റ്റം. ആദ്യം ICAR പോലുള്ള സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർ ബ്രീഡർ സീഡ് ഉണ്ടാക്കുന്നു. അതിന് ഒരുപാട് കോപ്പികളെടുത്ത് ഫൗണ്ടേഷൻ സീഡാക്കും. പിന്നെ അതിൽ നിന്നാണ് കർഷകർക്ക് വാങ്ങാൻ കിട്ടുന്ന സർട്ടിഫൈഡ് സീഡ് ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് സീഡ് റീപ്ലേസ്മെന്റ് റേഷ്യോ അഥവാ SRR എന്ന ആശയം പ്രസക്തമാകുന്നത്. അതായത് കർഷകർ എത്രത്തോളം പുതിയ സർട്ടിഫൈഡ് വിത്തുകൾ ഉപയോഗിക്കുന്നു എന്നതിന്റെ കണക്കാണിത്. ഈ റേഷ്യോ കൂടുന്നതിനനുസരിച്ച് ഉൽപ്പാദനക്ഷമതയും കൂടും. അപ്പോൾ നമ്മൾ നല്ല വിത്ത് നട്ടു. ഇനി ആ വിത്തിന് വളരാൻ എന്തു വേണം? അതിന് ഭക്ഷണം വേണ്ടേ? ആ ഭക്ഷണമാണ് വളങ്ങൾ. നമുക്ക് അടുത്ത ഇൻപുട്ടിലേക്ക് കടക്കാം. ഒരു വിത്ത് ഒരു എഞ്ചിനാണെങ്കിൽ വളമാണ് അതിന്റെ ഇന്ധനം. നമുക്ക് വൈറ്റമിനുകളും മിനറൽസുമൊക്കെ വേണ്ടതുപോലെ ചെടികൾക്കും പോഷകങ്ങൾ വേണം. ഇതിനെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് കാണാം. മാക്രോന്യൂട്രിയന്റുകൾ, അതായത് കൂടുതലായി വേണ്ടുന്നവ. ഇതിൽ ഏറ്റവും പ്രധാനമാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അഥവാ NPK. പിന്നെ മൈക്രോന്യൂട്രിയന്റുകൾ, അതായത് ബോറോൺ, സിങ്ക് പോലെയുള്ളവ. ഇവ കുറച്ചു മതിയെങ്കിലും ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് ഈ വളങ്ങളുടെ ശരിയായ കോമ്പിനേഷൻ? ശാസ്ത്രജ്ഞർ പറയുന്നത് മിക്ക ഇന്ത്യൻ മണ്ണിനും വേണ്ട ഐഡിയൽ റേഷ്യോ 4:2:1 ആണെന്നാണ്. അതായത് 4 യൂണിറ്റ് നൈട്രജൻ കൊടുക്കുമ്പോൾ 2 യൂണിറ്റ് ഫോസ്ഫറസും 1 യൂണിറ്റ് പൊട്ടാസ്യം കൊടുക്കണം. ഈ നമ്പർ ഓർത്തു വച്ചോളൂ, കാരണം അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഇതെങ്ങനെയാണ് താളം പെറ്റുന്നത് എന്നാണ്. ഇനി ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഇതാണ് യഥാർത്ഥ പ്രശ്നം. 15 വർഷം മുൻപ് ഈ റേഷ്യോ ഏകദേശം 4:3:1 ആയിരുന്നു. അതേതാണ്ട് ശരിയായിരുന്നു. പക്ഷേ ഇന്ന് നോക്കൂ, അത് ഏകദേശം 11:4:1 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് നമ്മൾ നൈട്രജൻ, പ്രത്യേകിച്ചും യൂറിയ, മണ്ണിലേക്ക് വാരിയിടുകയാണ്. വേണ്ടതിന്റെ ഏകദേശം 3 ഇരട്ടിയോളം. അപ്പോ ഈ കണക്കുകൾ തെറ്റിയാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്, അതും വളരെ ഗുരുതരമായത്. ഒന്നാമതായി, ഇത് മണ്ണിന്റെ ജീവനായ ജൈവാംശമില്ലാതാക്കും. സിങ്ക്, ബോറോൺ പോലുള്ള ചെറിയ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് നഷ്ടപ്പെടും. പിന്നെ മണ്ണിന്റെ ഘടന തന്നെ ദുർബലമാകും. പോരാത്തതിന് ഈ അധികമുള്ള നൈട്രജൻ നമ്മുടെ കുടിവെള്ളത്തിൽ വരെ കലരാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ
നമ്മൾ മണ്ണിനെ പതിയെ പതിയെ നശിപ്പിക്കുകയാണ്. ഇതിന്റെ ഫലം കാണിക്കുന്ന മറ്റൊരു കണക്കാണ് ഫെർട്ടിലൈസർ റെസ്പോൺസ് റേഷ്യോ. പേരുകേട്ട് പേടിക്കേണ്ട, സംഗതി സിമ്പിളാണ്. 1 കിലോ വളമിട്ടാൽ എത്ര കിലോ അധിക വിളവ് കിട്ടും? അത്രയുള്ളൂ. 70കളിൽ 1 കിലോ വളത്തിന് 13 കിലോ വരെ അധിക വിളവ് കിട്ടിയിരുന്നു. എന്നാൽ ഇന്നോ അത് വെറും 3-4 കിലോ ആയി കുറഞ്ഞു. അതായത് നമ്മൾ കൂടുതൽ പണം മുടക്കി വളം വാങ്ങുന്നു, പക്ഷേ അതിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നില്ല. ശരി, നമ്മളെ നല്ല വിത്ത് നട്ടു, വളമിട്ടു. പക്ഷേ കീടങ്ങളും രോഗങ്ങളും വന്ന് അതിനെ നശിപ്പിച്ചാലോ? അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻപുട്ടിന്റെ റോള് വരുന്നത്, കീടനാശിനികൾ. വിളയുടെ ഒരു ബോഡിഗാർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് എത്രത്തോളം പ്രധാനമാണെന്നറിയാമോ? ഇന്ത്യയിലുണ്ടാക്കുന്ന വിളയുടെ ഏകദേശം 15 മുതൽ 25% വരെ, അതായത് 1/4 ഭാഗത്തോളം കീടങ്ങളും കളകളും രോഗങ്ങളും കാരണം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു നഷ്ടമാണെന്നത്. ഈ നഷ്ടം തടയുകയാണ് കീടനാശിനികളുടെ പ്രധാന ജോലി. അപ്പോൾ ശത്രുക്കൾ പലതരത്തിലുണ്ട്, അല്ലേ? അവരെ നേരിടാനുള്ള ആയുധങ്ങളും പലതരത്തിലുണ്ട്. പ്രാണികളെ കൊല്ലാൻ ഇൻസെക്ടിസൈഡ്, വിളകൾക്കിടയിൽ വളരുന്ന കളകളെ നശിപ്പിക്കാൻ ഹെർബിസൈഡ്, പിന്നെ ഫംഗസ് പോലുള്ള രോഗങ്ങളെ തടയാൻ ഫംഗിസൈഡ്. ഓരോ പ്രശ്നത്തിനും ഓരോ പരിഹാരം. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. വളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കീടനാശിനികളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗം ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. മണ്ണ്, വെള്ളം, എന്തിന് നമ്മുടെ ആരോഗ്യം വരെ ഇത് ദോഷകരമായി ബാധിക്കാം. ശരി, അപ്പം നമ്മൾ വിത്തിനെക്കുറിച്ചും വളങ്ങളെക്കുറിച്ചും കീടനാശിനികളെക്കുറിച്ചും സംസാരിച്ചു. ഇനി ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം? ഉൽപ്പാദനക്ഷമത കൂട്ടാൻ നമ്മൾ നൽകേണ്ടി വന്ന വില എന്താണ്? ഈയൊരു വാചകം നമ്മുടെ ചർച്ചയുടെ എല്ലാം ഒരു സംഗ്രഹമാണ്. അതായത് നമ്മൾ ഇൻപുട്ടുകളുടെ ഉപയോഗം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷേ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ വിളവ് നമുക്ക് കിട്ടുന്നില്ല. മുൻപൊരു ചാക്ക് വളമിട്ടാൽ കിട്ടിയിരുന്ന അധിക വിളവ് ഇപ്പോൾ കിട്ടുന്നില്ല. അതിന്റെ കാര്യക്ഷമത കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡിക്ലൈനിങ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. 1. ഹരിത വിപ്ലവം നമ്മുടെ ഭക്ഷ്യോൽപാദനം കൂട്ടി, അതിലൊരു സംശയവുമില്ല. 2. ഈ നേട്ടത്തിന് കാരണം HYV വിത്തും വളവും കീടനാശിനിയും അടങ്ങുന്ന ഒരു പാക്കേജാണ്. 3. നൈട്രജൻ വളങ്ങളുടെ അമിത ഉപയോഗം നമ്മുടെ മണ്ണിനെ കാര്യമായി നശിപ്പിച്ചു. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇൻപുട്ടുകളുടെ കാര്യക്ഷമത ഇപ്പോൾ കുറഞ്ഞുവരികയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഭക്ഷണം വേണം, അത് സത്യമാണ്. പക്ഷേ നമ്മുടെ മണ്ണിനെയും പരിസ്ഥിതിയെയും നശിപ്പിക്കാതെ അതെങ്ങനെ സാധിക്കും? ഉൽപ്പാദനക്ഷമതയും പാരിസ്ഥിതിക സുസ്ഥിരതയും ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് ഇന്ത്യൻ കാർഷിക രംഗം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. നമുക്ക് അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ 2 പ്രധാനപ്പെട്ട അടിത്തറകളെക്കുറിച്ചാണ്. 1. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, 2. അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ സർവീസസ്. നമുക്ക് വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സാധാരണ ഇന്ത്യൻ കർഷകൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാവും? വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ. കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്, വിപണിയിലെ വിലയിടിവുണ്ട്, അങ്ങനെ ഒരുപാട്. പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. ആ ഉത്തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതിലിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം ശരിക്കും 2 കാര്യങ്ങളിലാണ് ഒതുങ്ങുന്നത്. 1. പണം, അതായത് കൃഷി ഇറക്കാനാവശ്യമായ മൂലധനം. 2. അറിവ്, ആ പണം എവിടെ, എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ്. ഈ 2 ഘടകങ്ങളും ഒരുമിച്ച് ശരിയായ അളവിൽ ഒരു കർഷകന് കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാർഷിക മേഖല മുന്നോട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈയൊരു ചർച്ചയിൽ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കർഷകൻ നേരിടുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് പറയും. പിന്നെ ആദ്യത്തെ തൂണായ അഗ്രികൾച്ചറൽ ക്രെഡിറ്റിനെക്കുറിച്ചും അതിനുശേഷം 2ാമത്തെ തൂണായ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷനെക്കുറിച്ചും നമ്മൾ വിശദമായി മനസ്സിലാക്കും. അവസാനം ഇതെല്ലാം ചേർത്തുവെച്ചൊരു നിഗമനത്തോടെ നമുക്ക് പൂർത്തിയാക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. കർഷകൻ നേരിടുന്ന ആ ഒരു പ്രതിസന്ധി ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൃത്യസമയത്ത് പണം കയ്യിലില്ല, പുതിയ കൃഷിരീതികളെക്കുറിച്ച് വലിയ അറിവുമില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? നല്ല വിത്തോ വളമോ വാങ്ങാൻ കഴിയില്ല, ഉൽപ്പാദനം കുറയും, വരുമാനം കുറയും, അടുത്ത തവണ കൃഷിയിറക്കാനും പണമുണ്ടാകില്ല. ഇതൊരു സാംകുദ് ക്രൂ പോലെയാണ്. ഈയൊരു വലയത്തിൽ നിന്ന് കർഷകരെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരമായുള്ള ആദ്യത്തെ നെടുന്തൂണിലേക്ക്,
അതാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. ഇതിനെ നമുക്ക് കൃഷിയുടെ ഫിനാൻഷ്യൽ എഞ്ചിൻ എന്ന് തന്നെ വിളിക്കാം, അല്ലേ? കൃഷി എന്ന വണ്ടി മുന്നോട്ടോടാനാവശ്യമായ ഇന്ധനം നൽകുന്നത് ഈ ക്രെഡിറ്റാണ്. അപ്പോൾ എന്താണ് ഈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. കൃഷിയുടെ ഉൽപ്പാദനത്തിനും അതിന്റെ വികസനത്തിനും വേണ്ടി കർഷകർക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായമാണിത്. ഈ പണം കയ്യിൽ കിട്ടിയാലേ അവർക്ക് നല്ല വിത്തും വളവും വാങ്ങാൻ പറ്റൂ, പുതിയ യന്ത്രങ്ങൾ വാങ്ങാൻ പറ്റൂ, ആധുനിക കൃഷിരീതികളിലേക്ക് മാറാൻ സാധിക്കൂ. ഈ കാർഷിക വായ്പകൾ തന്നെ പലതരത്തിലുണ്ട്, പ്രധാനമായും 3 അതിന്റെ കാലാവധി അനുസരിച്ചാണ് ഈ തരംതിരിവ്. ഒന്നാമത്തേത് ഷോർട്ട് ടേം ക്രെഡിറ്റ്. ഇത് 15 മാസത്തിൽ താഴെ കാലാവധിയുള്ള ചെറിയ ലോണുകളാണ്. വിത്ത്, വളം തുടങ്ങിയ ദൈനംദിന ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് മീഡിയം ടേം ക്രെഡിറ്റ്. 15 മാസം മുതൽ 5 വർഷം വരെയാണ് ഇതിന്റെ കാലാവധി. ട്രാക്ടറോ മറ്റ് യന്ത്രങ്ങളോ വാങ്ങാനൊക്കെയാണ് ഇത് സഹായിക്കുന്നത്. അവസാനം ലോങ് ടേം ക്രെഡിറ്റ്. 5 വർഷത്തിൽ കൂടുതൽ കാലാവധിയുണ്ടാകും. ഭൂമി വാങ്ങുന്നതുപോലെയുള്ള വലിയ നിക്ഷേപങ്ങൾക്കാണ് ഇത്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. ഈ വായ്പ കർഷകന് എവിടുന്നൊക്കെ കിട്ടും? ഇവിടെയാണ് കഥ മാറുന്നത്. കാരണം 2 വഴികളുണ്ട്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ, അതായത് ബാങ്കുകൾ പോലുള്ള ഔദ്യോഗിക സ്ഥാപനങ്ങൾ. 2 നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ, അതായത് ബ്ലേഡ് പലിശക്കാർ പോലുള്ള അനൗദ്യോഗിക സ്രോതസ്സുകൾ. കർഷകൻ ഏതു വഴി തിരഞ്ഞെടുക്കുന്നു എന്നത് അവരുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കും. ഇവിടെ നോക്കൂ, ഈ 2 സ്രോതസ്സുകളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ഒരു വശത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ്, അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ, റീജിയണൽ റൂറൽ ബാങ്കുകളൊക്കെ. ഇവിടെയെല്ലാം RBIയുടെ നിയന്ത്രണമുണ്ട്, പലിശയൊക്കെ താരതമ്യേന കുറവായിരിക്കും. പക്ഷെ മറുവശത്തോ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ്, പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ, കച്ചവടക്കാർ, ഇവർക്കൊരു നിയന്ത്രണവുമില്ല. പലപ്പോഴും ഭയങ്കരമായ പലിശ ഈടാക്കി കർഷകരെ ചൂഷണം ചെയ്യുകയാണ് പതിവ്. ഇനി ഈ കാണുന്ന ചാർട്ട്, ഇതൊരു സാധാരണ കണക്കല്ല, ഇതൊരു വലിയ വിജയത്തിന്റെ കഥയാണ് പറയുന്നത്. ഒന്ന് നോക്കിയേ, 1951-ൽ ഇന്ത്യയിലെ 90% കർഷകരും വായ്പയ്ക്കായി ആശ്രയിച്ചിരുന്നത് ഈ കൊള്ളപ്പലിശക്കാരെയായിരുന്നു. പക്ഷേ പതിറ്റാണ്ടുകൾക്കിപ്പുറം 2022-ലെത്തിയപ്പോൾ അത് വെറും 25% കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇത് ഗവൺമെന്റ് പോളിസികളുടെയും ബാങ്കിംഗ് ശൃംഖല വികസിപ്പിച്ചതിന്റെയും ഒരു വലിയ നേട്ടം തന്നെയാണ്. ഈ ചാർട്ട് ഇന്നത്തെ അവസ്ഥ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ശരിയാണ്, 51% വായ്പ വരുന്നത് ബാങ്കുകളിൽ നിന്നാണ്. അത് വളരെ നല്ല കാര്യം. പക്ഷേ ഇപ്പോഴും ഏകദേശം 4-1, അതായത് 23% ഇപ്പോഴും ആശ്രയിക്കുന്നത് ആരെയാണ്? പണം കടം കൊടുപ്പുകാരെ. അപ്പോൾ പ്രശ്നം പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ലെന്ന് വ്യക്തം. പ്രത്യേകിച്ച് ചെറുകിട കർഷകർ ഇപ്പോഴും ഇവരെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോൺ ഒരു കൃഷി സീസണിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതൊരു സൈക്കിൾ പോലെയാണ്. ആദ്യം കൃഷി ഇറക്കുന്നതിനു മുൻപ് കർഷകൻ ബാങ്കിൽ നിന്ന് പണം വാങ്ങുന്നു. ആ പണം കൊണ്ട് വിത്തും വളവും മറ്റ് സാധനങ്ങളും വാങ്ങുന്നു. കൃഷി ഇറക്കി വിളവെടുക്കുന്നു. അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അവസാനം ആ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ലോൺ തിരിച്ചടയ്ക്കുന്നു. ഇതാണ് ആ സൈക്കിൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ രംഗത്ത് ഇപ്പോഴും ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡെറ്റ് ട്രാപ്പ്, കടക്കിണി എന്ന് നമ്മൾ പറയില്ലേ. ഏതെങ്കിലും കാരണവശാൽ വിള മോശമായാൽ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വിളവിനായി വീണ്ടും കടം വാങ്ങും. അതങ്ങനെ ഒരു അവസാനമില്ലാത്ത വലയായി മാറും. അതുകൂടാതെ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ദീർഘകാല വായ്പകൾ കുറയുന്നതും ഒരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ എത്രത്തോളം വലുതാണെന്നറിയണോ? ഈ ഒരൊറ്റ സംഖ്യ മതി ഉത്തരം നൽകാൻ. 52%. അതെ, NSSOയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ പകുതിയിൽ കൂടുതൽ കർഷക കുടുംബങ്ങളും കടത്തിലാണ്. അതായത് ഓരോ 2 കർഷക കുടുംബത്തെ എടുത്താൽ അതിലൊന്ന് കടക്കെണിയിലാണെന്ന് സാരം. ഇതൊരു ചെറിയ കാര്യമല്ല. ശരി, അപ്പോൾ നമ്മൾ സാമ്പത്തിക എഞ്ചിനായ ക്രെഡിറ്റിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ നെടുംതൂണിലേക്ക് പോകാം. പണം മാത്രം കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിവും വേണ്ടേ? അവിടെയാണ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷന്റെ പ്രാധാന്യം. ഇതിനെ കൃഷിയുടെ നോളജ് എഞ്ചിൻ എന്ന് തന്നെ പറയാം. എന്താണ് ഈ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ സർവീസസ്? പേര് കേട്ട് പേടിക്കേണ്ട. വളരെ ലളിതമായി പറഞ്ഞാൽ കർഷകർക്ക് വേണ്ട എല്ലാത്തരം ഉപദേശങ്ങളും വിവരങ്ങളും നൽകുന്ന ഒരു സംവിധാനമാണിത്. പുതിയ കൃഷിരീതികളെക്കുറിച്ചോ നല്ല വിത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ കീടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ചോ ഒക്കെയുള്ള അറിവുകൾ പകർന്നു നൽകുക. ആത്യന്തികമായി കർഷകരുടെ വരുമാനവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഇതിന്റെ പ്രധാന ജോലി എന്താണെന്ന് വെച്ചാൽ ലബോറട്ടറിയിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് അറിവിനെ എത്തിക്കുക എന്നതാണ്. അതായത് ലാബ് ടു ലാൻഡ്. ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്ന പുതിയ കാര്യങ്ങൾ സാധാരണ കർഷകന് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പാലമാണിത്.
ഈ അറിവ് കൈമാറുന്നത് സാധാരണയായി ഒരു 3 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ കാർഷിക സർവകലാശാലകളും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളും പുതിയ ടെക്നോളജികൾ കണ്ടെത്തുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ പുതിയ ടെക്നോളജിയെക്കുറിച്ച് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ ഉദ്യോഗസ്ഥർ കർഷകർക്ക് നേരിട്ട് ക്ലാസുകളും പരിശീലനവും നൽകി പുതിയ ടെക്നോളജി സ്വീകരിക്കാൻ അവരെ സഹായിക്കുന്നു. സഞ്ജയ് വർമ്മയുടെ ഈ വാക്കുകൾ ഇതിന്റെ സത്ത മുഴുവൻ കൃത്യമായി പറയുന്നുണ്ട്. അനുയോജ്യമായ സാങ്കേതികവിദ്യയെ ലാബിൽ നിന്ന് ഭൂമിയിലേക്ക് കൈമാറുന്ന പ്രക്രിയയാണ് കാർഷിക വിജ്ഞാന വ്യാപന സേവനം. ഇതിൽ കൂടുതലായി ഒന്നും പറയാനില്ല. ഇന്ന് ഈ അറിവ് കർഷകരിലേക്ക് എത്തിക്കാൻ ഒരുപാട് വഴികളുണ്ട്. പണ്ടത്തെ പോലെ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് പറയുക മാത്രമല്ല, നമ്മുടെ കിസാൻ ടിവിയും ആകാശവാണിയും പോലുള്ള മാധ്യമങ്ങളുണ്ട്. രാജ്യത്തെമ്പാടുമുള്ള കൃഷിവിജ്ഞാൻ കേന്ദ്രങ്ങൾ, അതായത് KVKകളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പുതുതായി അഗ്രി ക്ലിനിക്കുകൾ, ഇ-കെയ്റ്റ പോലുള്ള മൊബൈൽ ആപ്പുകൾ, മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെ ഒരുപാട് ആധുനിക മാർഗ്ഗങ്ങൾ നിലവിലുണ്ട്. ശരി, അപ്പോൾ നമ്മൾ 2 തൂണുകളെക്കുറിച്ചും വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഈ ചർച്ച ഉപസംഹരിക്കാം. ഇന്ത്യൻ കൃഷി ആധുനികവൽക്കരിക്കുന്നതിൽ ഇവയുടെ പങ്കെന്താണ്? നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഇന്ത്യൻ കൃഷി ഒരു വണ്ടിയാണെങ്കിൽ അതിന് 2 എഞ്ചിനുകൾ വേണം. ആദ്യത്തേത് ഫിനാൻഷ്യൽ എഞ്ചിൻ, അതാണ് ക്രെഡിറ്റ്. വണ്ടി ഓടാനുള്ള ഇന്ധനം അതാണ് കൊടുക്കുന്നത്. പക്ഷേ ഇന്ധനം മാത്രം ഉണ്ടായാൽ മതിയോ? അതെങ്ങനെ ശരിയായി ഉപയോഗിക്കണം, ഏത് ഗിയറിൽ ഓടിക്കണം എന്നൊക്കെ അറിയണ്ടേ? അതാണ് രണ്ടാമത്തെ എഞ്ചിൻ, നോളജ് എഞ്ചിൻ, അതായത് എക്സ്റ്റൻഷൻ സർവീസസ്. ഈ 2 എഞ്ചിനും ഒരുമിച്ച് ഒരേ താളത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ആ വണ്ടി ശരിക്കും മുന്നോട്ട് കുതിക്കൂ. അപ്പോ ഈ ചർച്ചയുടെ അവസാനം നമ്മൾ ഈയൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണെത്തുന്നത്. വായ്പയും അറിവും, ഈ 2 തൂണുകൾ മാത്രം ബലപ്പെടുത്തിയാൽ മതിയോ ഇന്ത്യയുടെ കാർഷിക ഭാവിയെ സുരക്ഷിതമാക്കാൻ? അതോ മാർക്കറ്റിംഗ്, സംഭരണം, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള മറ്റു വലിയ വെല്ലുവിളികൾ കൂടി ഇതിനൊപ്പം നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ടോ? ഇതൊരു ചിന്തിക്കേണ്ട ചോദ്യമാണ്. അടുത്ത വിശകലനത്തിൽ കാണുന്നതുവരെ നന്ദി. ഇന്ത്യൻ കർഷകരുടെ ജീവിതത്തില് ഏറ്റവും വലിയൊരു അനിശ്ചിതത്വമാണ് കാലാവസ്ഥ, അല്ലേ? ഒരൊറ്റ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു വരൾച്ച, അതുകൊണ്ട് ഒരു വർഷത്തെ അധ്വാനം മുഴുവൻ ഇല്ലാതായി പോകാം. അപ്പോ ഈ ഒരു വലിയ വെല്ലുവിളിക്ക് ഒരു പരിഹാരമെന്ന നിലയ്ക്കാണ് സർക്കാർ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, അതായത് PMFBY അവതരിപ്പിച്ചത്. ഈ പദ്ധതി എന്താണ്, അതെങ്ങനെയാണ് ഇന്ത്യൻ കാർഷിക മേഖലയെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം നമ്മുടെ കാർഷിക മേഖലയിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കും. അതിനുശേഷം PMFBYയുടെ ലക്ഷ്യങ്ങൾ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കർഷകർക്ക് ഇതുകൊണ്ട് എന്തു പ്രയോജനമുണ്ട്, പിന്നെ ഇതിന്റെ പ്രായോഗികമായ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അവസാനം ഈ പദ്ധതിയുടെ മൊത്തത്തിലുള്ള പ്രാധാന്യം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. PMFBYയെപ്പറ്റി പഠിക്കുന്നതിന് മുൻപ് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കർഷകർക്ക് ഇങ്ങനെയൊരു ഇൻഷുറൻസ് പോലത്തെ ഒരു സുരക്ഷാ വലയം അത്യാവശ്യമായി വരുന്നത്? ഇക്കണോമിക് സർവേയിലെ ഈയൊരു വാചകമുണ്ടല്ലോ, അത് ഇന്ത്യൻ കൃഷിയുടെ യഥാർത്ഥ അവസ്ഥ കൃത്യമായി പറയുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും മാറാവുന്ന കാലാവസ്ഥയും മറ്റു പ്രശ്നങ്ങളും കാരണം കർഷകരുടെ വരുമാനം എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഇത് വെറുമൊരു സാമ്പത്തിക പ്രശ്നമല്ല, ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്നൊരു വലിയ കാര്യമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു വശത്ത് എപ്പോ വേണമെങ്കിലും വരാവുന്ന വെള്ളപ്പൊക്കവും വരൾച്ചയും, മറുവശത്ത് കീടങ്ങളും രോഗങ്ങളും. ഇതിനൊക്കെ പുറമെയാണ് മാർക്കറ്റിലെ വിലയിടിവും പിന്നെ വളത്തിനും വിത്തിനുമൊക്കെയുള്ള വിലക്കയറ്റവും. പ്രത്യേകിച്ച് നമ്മുടെ ചെറുകിട കർഷകരുണ്ടല്ലോ, അവർക്ക് ഒരൊറ്റ വിളനാശം പോലും താങ്ങാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വിള ഇൻഷുറൻസ് എന്നത് ഒരു ഓപ്ഷനല്ല, മറിച്ചൊരു അത്യാവശ്യമായി മാറുന്നത്. അപ്പോ ഇത്രയും കോംപ്ലക്സ് ആയ ഒരു പ്രശ്നത്തിന് സർക്കാർ മുന്നോട്ടുവെച്ച സൊല്യൂഷൻ എന്തായിരുന്നു? അതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. നമുക്ക് അതിന്റെ ലക്ഷ്യങ്ങളിലേക്കും അതെത്രത്തോളം വിപുലമാണെന്നതിലേക്കും കടക്കാം. 2016 PMFBY വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, മുൻപുണ്ടായിരുന്ന പല ഇൻഷുറൻസ് സ്കീമുകളെയും ഒരുമിപ്പിച്ച് ഒരു രാഷ്ട്രം ഒരു പദ്ധതി എന്ന കോൺസെപ്റ്റിലാണ് ഇത് കൊണ്ടുവന്നത്. അപ്രതീക്ഷിതമായി വിളനാശം സംഭവിക്കുന്ന കർഷകർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, അതാണ് പ്രധാന ലക്ഷ്യം. പഴയ സ്കീമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വിളവിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് വെറുതെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. കർഷകരുടെ വരുമാനം സ്റ്റേബിളാക്കുക, അതുവഴി അവർ കൃഷിയിൽ തന്നെ തുടരുന്നു എന്നുറപ്പാക്കുക. പിന്നെ നഷ്ടം വന്നാലോ എന്ന പേടിയില്ലാതെ പുതിയ ടെക്നോളജിയും കൃഷിരീതികളുമൊക്കെ പരീക്ഷിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നോക്കുമ്പോൾ കാർഷിക മേഖലയെ മൊത്തത്തിലൊന്ന് ശക്തിപ്പെടുത്തുക എന്നതാണ് PMFBY വിഭാവനം ചെയ്യുന്നത്.
ഇനി ലോകതലത്തിൽ നോക്കുകയാണെങ്കിൽ കർഷകർ ചേരുന്ന എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിള ഇൻഷുറൻസ് പദ്ധതിയാണ് PMFBY. അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്തും. ഈ കണക്കുകൾ തന്നെ മതി ഈ പദ്ധതിയുടെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ. ശരി, ഇത്രയും വലിയൊരു പദ്ധതി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആരാണ് പ്രീമിയം അടയ്ക്കുന്നത്? നഷ്ടം വന്നാൽ അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? നമുക്ക് ഇതിന്റെ പ്രവർത്തന രീതികളിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു ആകർഷണം അതിന്റെ പ്രീമിയം ഘടനയാണ്. കർഷകർക്ക് താങ്ങാൻ പറ്റുന്ന വളരെ ചെറിയൊരു തുക മാത്രം അടച്ചാൽ മതി. ബാക്കി വരുന്ന വലിയൊരു ഭാഗം അതിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ലാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് സബ്സിഡിയായിട്ട് കൊടുക്കും. ഇതുകൊണ്ടാണ് സാധാരണക്കാരായ കർഷകർക്ക് പോലും ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നത്. നോക്കൂ, കർഷകരടയ്ക്കേണ്ട പ്രീമിയം എത്ര സിമ്പിളാണെന്ന്. ഖാരിഫ് വിളകൾക്ക് ഇൻഷുർ ചെയ്ത തുകയുടെ വെറും 2%, റാബി വിളകൾക്ക് അത് 1.5% കുറയും, വാണിജ്യ വിളകൾക്ക് 5%. ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം നിരക്കുകളിൽ ഒന്നാണിത്. ഇത് കർഷകരുടെ ഭാരം ഒരുപാട് കുറയ്ക്കുന്നുണ്ട്. PMFBYയുടെ കവറേജ് വിതയ്ക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങും. അതായത് മോശം കാലാവസ്ഥ കാരണം വിത്തിറക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നഷ്ടപരിഹാരം കിട്ടും. പിന്നെ പാടത്ത് നിൽക്കുന്ന വിളയ്ക്ക് വരൾച്ച, വെള്ളപ്പൊക്കം, കീടബാധ എന്നിവ കാരണം നഷ്ടം വന്നാലും കവറേജുണ്ട്. വിളവെടുത്ത് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുന്ന സമയത്ത്, അതായത് 14 ദിവസം വരെ എന്തെങ്കിലും സംഭവിച്ചാലും പരിരക്ഷയുണ്ട്. ഇതിനൊക്കെ പുറമെ ആലിപ്പഴം വീഴുന്നത്, മണ്ണിടിച്ചിൽ അങ്ങനെയുള്ള ചെറിയ ഏരിയയിൽ മാത്രമുള്ള ദുരന്തങ്ങൾക്കും കവറേജ് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ കൃഷിയുടെ എല്ലാ ഘട്ടത്തിലും ഒരു സേഫ്റ്റി നെറ്റുണ്ട്. ഒരു വലിയ പ്രദേശത്ത് നഷ്ടം വരുമ്പോൾ അത് കണക്കാക്കാൻ ഈ പദ്ധതി ഒരു ഏരിയ അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് പോലെയുള്ള ഒരു ഏരിയയെ ഒരു യൂണിറ്റായിട്ടെടുക്കും. ആ ഏരിയയിൽ മൊത്തത്തിൽ വിളവ് കുറഞ്ഞാൽ അവിടെ ഇൻഷുർ ചെയ്ത എല്ലാ കർഷകർക്കും നഷ്ടപരിഹാരം കിട്ടും. വരൾച്ച, വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങളിൽ നഷ്ടം വേഗത്തിൽ കണക്കാക്കാൻ ഈ രീതി വളരെ സഹായകമാണ്. അപ്പോ ഈ പദ്ധതിയുടെ ഘടനയും പ്രവർത്തനവുമൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ യഥാർത്ഥ ഇമ്പാക്റ്റ് എന്താണ്? കർഷകർക്ക് ക്ലെയിം എങ്ങനെയാണ് കിട്ടുന്നത്? അവർക്ക് കിട്ടുന്ന യഥാർത്ഥ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഒരു കർഷകന് നഷ്ടം സംഭവിച്ചാല് ഇൻഷുറൻസ് കമ്പനിയെയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ആപ്പ് വഴിയോ ഉടൻ വിവരം അറിയിക്കാം. അതുകഴിഞ്ഞ് ഉദ്യോഗസ്ഥർ വന്ന് നഷ്ടം എത്രയുണ്ടെന്ന് വിലയിരുത്തും. ഇതിനായി വിളവെടുപ്പ് പരീക്ഷണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ഓരോ ഫാമിലും നേരിട്ട് സർവേ നടത്തുകയോ ചെയ്യും. ഈ ഡാറ്റ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കും. അപ്രൂവ് ചെയ്ത തുക ഡിജിക്ലെയിം പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി നേരെ കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഈ പദ്ധതിയുടെ ഒരു സ്വാധീനം മനസ്സിലാക്കാൻ ഈ ഒരു സംഖ്യ മാത്രം മതി. 2016 തുടങ്ങിയതിനു ശേഷം ഏകദേശം 1,90,000 കോടി രൂപയാണ് കർഷകർക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടിയത്. പ്രതിസന്ധിയിൽപ്പെട്ട എത്രയോ ലക്ഷം കർഷക കുടുംബങ്ങൾക്ക് ഇതെത്ര വലിയൊരു ആശ്വാസമായിരിക്കും, അല്ലേ? പണം കിട്ടുന്നു എന്നതിലുപരി ഈ പദ്ധതി കർഷകന് കൊടുക്കുന്നൊരു ആത്മവിശ്വാസം വളരെ വലുതാണ്. വിള നശിച്ചാലും വരുമാനം പെട്ടെന്ന് നിലയ്ക്കില്ല എന്നൊരുറപ്പ് അതവർക്ക് വലിയ സാമ്പത്തിക സുരക്ഷയാണ് നൽകുന്നത്. നഷ്ടങ്ങളിൽ നിന്ന് പെട്ടെന്ന് കരകയറാൻ അവരെ സഹായിക്കുന്നു. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ബാങ്കുകൾ ലോൺ കൊടുക്കാനും മടിക്കില്ല. ഏറ്റവും പ്രധാനമായിട്ട് പുതിയ ടെക്നോളജിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം കർഷകർക്ക് കിട്ടുന്നു. തീർച്ചയായും ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന് അതിൻ്റേതായ വെല്ലുവിളികളുമുണ്ടാകും. അപ്പോൾ ഈ പദ്ധതിയുടെ വിജയങ്ങൾക്കൊപ്പം തന്നെ അതിന്റെ ചില പരിമിതികളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പദ്ധതി പേപ്പറിൽ എത്ര മികച്ചതാണെങ്കിലും അത് നടപ്പിലാക്കുമ്പോൾ ചിലപ്പോൾ യാഥാർത്ഥ്യവുമായി ചില വിടവുകളുണ്ടാകാം. ഉദാഹരണത്തിന്, ടെക്നോളജി ഉപയോഗിച്ച് കൃത്യസമയത്ത് നഷ്ടപരിഹാരം നൽകുമെന്ന് പറയുമ്പോഴും ചിലയിടങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിലെ കാലതാമസവും വിളവിന്റെ കണക്കുകളിലെ തർക്കങ്ങളും കാരണം പണം കിട്ടാൻ വൈകുന്നു എന്ന പരാതിയുണ്ട്. എല്ലാ കർഷകർക്കും പരിരക്ഷയാണ് ലക്ഷ്യമെങ്കിലും പല ഗ്രാമങ്ങളിലും സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല. അതുപോലെ ഉയർന്ന പ്രീമിയം സബ്സിഡി ഒരു ഭാരമാവുന്നു എന്ന് പറഞ്ഞ് ചില സംസ്ഥാനങ്ങൾ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതും ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ കാർഷിക രംഗത്ത് PMFBYക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? ഈ പദ്ധതിയുടെ ഭാവി എന്താണ്? നമുക്കതിലേക്ക് വരാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PMFBY എന്നത് സർക്കാരിന്റെ ഒരു സൗജന്യ സഹായ വിതരണ പദ്ധതിയല്ല. മറിച്ച് വിള ഇൻഷുറൻസ് എന്നത് കർഷകന്റെ ഒരു അവകാശമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റി. സ്വന്തം അധ്വാനത്തെയും വരുമാനത്തെയും സംരക്ഷിക്കാനുള്ള ഒരു അവകാശം. ഈ ഒരു കാഴ്ചപ്പാടിലെ മാറ്റം തന്നെ കർഷകരെ ശാക്തീകരിക്കുന്ന ഒരു വലിയ കാര്യമാണ്.
ഈ പദ്ധതി പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. യെസ്ടെക്, വിൻസ്, ക്രൂപിക് പോലുള്ള പുതിയ ടെക്നോളജികൾ വിളവ് കണക്കാക്കുന്നതിലും നഷ്ടം വിലയിരുത്തുന്നതിലും കൂടുതൽ കൃത്യതയും സുതാര്യതയും കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെ ഒരു നല്ല ഫലം എന്താണെന്ന് വെച്ചാൽ പ്രീമിയം നിരക്കുകൾ കുറയ്ക്കാനും ക്ലെയിം സെറ്റിൽമെന്റ് വേഗത്തിലാക്കാനും ഇത് സഹായിക്കുന്നു. അതായത് മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെ ടെക്നോളജി ഉപയോഗിച്ച് മറികടക്കാൻ ശ്രമിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഓരോ വർഷവും കൂടിക്കൂടി വരുമ്പോൾ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. നാളത്തെ ഇന്ത്യൻ കർഷകരെ സംരക്ഷിക്കാൻ PMFBY ഇനിയും എങ്ങനെയാണ് മാറേണ്ടത്? ഈ പദ്ധതിയുടെ ഭാവി എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെ കൂടി ഭാവിയാണ്.